പ്രവർത്തകർ, ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നവർ. ചെങ്ങറയിൽ ഒരു വലിയ ട്രേഡ് യൂണിയൻ ഭീകരതയുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനു പോലും കടന്നു പോകാൻ കഴിയാത്തവണ്ണം ഭീകരത സൃഷ്ടിച്ചൊരു ട്രേഡ് യൂണിയൻ ഭീകരതയുണ്ടായിരുന്നു. ആ ഭീകരത ജനാധിപത്യ കേരളത്തിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോയ കഥ നിങ്ങൾക്കറിയുമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, വർക്കലയിലെ പാവപ്പെട്ട ദളിതർക്കെതിരെ, വർക്കലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട ദളിതർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രോശങ്ങളും പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ പ്രതിഷേധിച്ചേ മതിയാകൂ. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിങ്ങൾക്കെതിരെ ഇവിടെ തീവ്രവാദം ആരോപണം ഉണ്ടായപ്പോൾ കുറച്ച് ദിവസങ്ങൾ ആരും മിണ്ടിയില്ല. പോലീസിന് വലിയ ആവേശമായിരുന്നു, പാഞ്ഞു നടന്ന് പാവങ്ങളെ പിടിക്കലായിരുന്നു. ജനാധിപത്യ രീതിയിൽ പോകേണ്ടി വന്നു, യഥാർത്ഥ പ്രതികളെ തേടി പോലീസിന് പോകേണ്ടി വന്നു. അതേ ആവർത്തനം വർക്കല സംഭവത്തിനുണ്ടാകും. നമ്മൾ ഒന്ന് ചെയ്യണം, ജനാധിപത്യപരമായി പ്രതിഷേധിക്കണം. സായുധമായ രീതികൾ, തീവ്രവാദത്തിന്റെ ശൈലികൾ, ഭീകരതയുടെ ശൈലികൾ നമ്മൾക്ക് അന്യമാണ്, പാടില്ലാത്തതാണ്. ജനാധിപത്യം അനുവദിക്കുന്ന മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം തെറ്റുകൾക്കെതിരായി സംഘടിത പ്രതിരോധം നടത്തിയാൽ ആരാണെങ്കിലും പിൻവലിയേണ്ടി വരും, ആർക്കാണെങ്കിലും പിന്മാറേണ്ടി വരും. അതിനുള്ള സന്ദർഭങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വർക്കലയുടെ മണ്ണിൽ ഇങ്ങനെ ഒരു പാപത്തിന് വേദിയാകാൻ പാടില്ലായിരുന്നു. ശ്രീനാരായണീയ ദർശനത്തിൽ വിശ്വസിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഇത്ര ക്രൂരമായ ഒരു നിരപരാധികളെ പീഡിപ്പിക്കുന്ന ഈ ക്രൂരമായ അന്യായം ഇത്ര ശക്തി പ്രാപിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് വർക്കലയിൽ ശ്രീനാരായണ ദർശനത്തിൽ വിശ്വസിക്കുന്നവരടക്കമുള്ളവർ ഈ അക്രമത്തിനെതിരായി ഒരുമിച്ചിരുന്നുകൊണ്ട് പോരടിക്കാൻ മുന്നോട്ട് വരണം. ദളിത് സമൂഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ പിന്മാറേണ്ടതില്ല. നിങ്ങളോടൊപ്പം നൂറ്റാണ്ടുകളായി ഇത്തരം ആക്ഷേപങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ വലിയ ജനപക്ഷങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ശക്തമായി ഒരുമിച്ചിരുന്നുകൊണ്ട് ജനാധിപത്യ ധ്വംസനത്തിനെതിരായി, മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരായി നമുക്ക് ഒരുമിച്ചിരുന്നുകൊണ്ട് പോരാടാം. കേരളത്തിന്റെ വിപ്ലവ യൗവനം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിങ്ങളോടൊപ്പമുണ്ട് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏവർക്കും സോളിഡാരിറ്റിയുടെ ഊഷ്മളമായ